എന്നും ഉണ്ടാക്കുന്ന സമൂസയിൽ നിന്ന് വ്യത്യസ്തമായൊരു സമൂസ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ നമ്മളെന്ത് ചെയ്യുക, ഇതുപോലെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബോൺലെസ് ചിക്കനും പിന്നെ ഗ്രീൻ പീസ് ഞാൻ കുതിർത്ത് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് പരത്തി എടുക്കാനുള്ള ഒരു മാവും കൂടി നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി 2 കപ്പ് മൈദയും 1 1/4 കപ്പ് കോൺഫ്ലോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഓയിലും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സവോളയും പച്ചമുളകും പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി ഓയിലൊന്ന് വഴണ്ടി വരാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി ഓയിലിൽ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികം ഓയിലിൻ്റെ ഒരു കുത്ത് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു കുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇതിൻ്റെ മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇതാദ്യം തന്നെ ചെയ്യുന്നത് 2 പീസാക്കിയിട്ടാണ് ഇതുപോലെ പരത്തിയിട്ട്. ഇതാകുമ്പോൾ കുറച്ച് വലിയ സമൂസ നമുക്ക് കിട്ടും, നീളത്തോടെയുള്ളൊരു സമൂസ കിട്ടും. ഇനി 4 പീസാക്കിയിട്ട് ഇതുപോലെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സമൂസ, നല്ല ക്യൂട്ടായിട്ടുള്ള സമൂസ കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ആയതിനാൽ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ചൂടോടുകൂടി തന്നെ ഈ ഒരു സമൂസ കഴിക്കണം. മൈദ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മൈദ നമ്മൾ ജസ്റ്റ് ഒന്ന് സാധാരണ ചപ്പാത്തി പോലെ പരത്തി ചുട്ടെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. സമൂസ ഷീറ്റ് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇതും ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് തണുത്തു പോകും. അപ്പോൾ ഇത് ഞാൻ ഓരോ സമൂസ ഷീറ്റിലും ഇത് ഫില്ലിങ്ങൊക്കെ നിറച്ച് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള സമൂസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഇനി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്കിതുപോലെ സെർവ് ചെയ്യാം. താങ്ക് യു.